എത്രയോ പേരുടെ ജോലിയാണ് പോകുന്നത്. അതെ, എൻ്റെ സിസ്റ്റർ ഇൻഫോസിസിലാണ്. കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞ അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം തന്നെ എത്രയോ എണ്ണമാണ് എലിമിനേറ്റഡ് ആയേക്കുന്നത്. എത്രയോ ലെവൽസിനുള്ള ആൾക്കാരാണ് ബിക്കോസ് ഓഫ് ദി AI. ബിക്കോസ് അവർ ചെയ്യേണ്ടത് തുച്ഛമായ രീതിയിലാണ്. അത് വിത്തിൻ എ വെരി ലൈക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇതെല്ലാം ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം പോയില്ലേടാ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇപ്പം. സോ ഹൗ വേൾഡ് ഇസ് ഗോയിങ്. ലക്ഷ്മി എന്ത് ചോദിച്ചാലും വളരെ ഈസി ആയിട്ട്, ഇത്ര സ്പോണ്ടേനിയസ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം പറയാൻ പറ്റുന്നത്. ലക്ഷ്മിയുടെ ചൈൽഡ്ഹുഡൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്കും അതോ എങ്ങനെയാണ് ഇത്രയും നിങ്ങളെപ്പോലത്തെ കൗൺസിലേഴ്സ് എല്ലാവരും ഇത്രയ്ക്കും മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് വേണ്ടി നല്ല സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ ഒരു പക്ഷേ ഒരു രീതിയിലുള്ളതൊന്നും ഫേസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണോ, അതോ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ബിറ്റർ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ പറയുന്നതാണോ? സച്ച് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ചൈൽഡ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഫാമിലിയിൽ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരുന്നു. ഇപ്പം ഗോഡ്സ് ഗ്രേസ് അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നത് കൊണ്ട് തന്നെ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിറ്റപ്പൻ, ഇളയമ്മ തമ്മി, അച്ഛനമ്മ തമ്മി. ഇപ്പം ഇതിൻ്റെ കുറേ ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വശത്ത്. രണ്ട്, ഞാനൊരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. എൻ്റെ ഒരു മിഡിൽ സ്കൂൾ തൊട്ട് ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ ഫേസ് ചെയ്തിരുന്നു. ആസ് എ ചൈൽഡ് പഠിക്കാനുള്ള കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു സ്കൂൾ കഴിയുന്ന ടൈമിലാണ് എനിക്ക് ഡിസ്ലെക്സി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു, എഴുതാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ എൻ്റെ മോനുമായിട്ട് അവിടുത്തെ ബോർഡിങ്ങിലെ സിസ്റ്ററെയൊക്കെ കാണാൻ പോയി. കാര്യം ഈ സിസ്റ്ററാണ് എന്നെക്കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത്.